എറണാകുളം തൃക്കാക്കരയിൽ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഘം പിടിയിൽ. ഒളിവിൽ പോയ ഷെഫിൻ, ഫഹദ്, വിപീഷ്, ബെന്നി എന്നിവരെ കോഴിക്കോട് നിന്നാണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾ സഞ്ചരിച്ച കാറിന് വഴി നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം നമുക്കൊക്കെ മുന്നിലെത്തിയ 3 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത്. പ്രതികളെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ വലിയ പ്രതിഷേധമാണ് സ്റ്റേഷന് മുന്നിലുണ്ടായത്. തൃക്കാക്കരയിൽ യുവാക്കൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 3 പേരാണ് പിടിയിലായത്. ഷെഫിൻ, ഫഹദ്, വിപീഷ്, ബെന്നി ഈ 3 പേരെയുമാണ് തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം അവരെ തെളിവെടുപ്പിനായി സ്റ്റേഷനിൽ നിന്നിറക്കി. ഈ സമയത്ത് വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. ഈ മർദ്ദനമേറ്റവരുമായി ബന്ധപ്പെട്ടവരാണ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടിയത്. തുടർന്ന് പോലീസ് ലാത്തി വീശുന്ന സ്ഥിതിയുമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവരെ പുറത്തേക്ക് ഇറക്കിയ ഘട്ടത്തിൽ ഈ വാഹനത്തിന് നേരെയടക്കം പ്രതിഷേധം നീണ്ടു. പ്രതികൾക്ക് മർദ്ദനമേറ്റുന്ന തലക്കത്തിലേക്കടക്കം കാര്യങ്ങൾ പോയി. തുടർന്നാണ് പോലീസ് ലാത്തി വീശുന്ന സ്ഥിതി ഉണ്ടായത്. ഇവിടെയാണ് ഈ സംഭവം ഉണ്ടാകുന്ന സ്ഥലം. ഇവിടെ എത്തിച്ച് തെളിവെടുക്കാനായിരുന്നു പദ്ധതി. ആ ഘട്ടത്തിൽ ഇവിടെയും വലിയ തോതിലുള്ള പ്രതിഷേധം അരങ്ങേറി. അതുകൊണ്ട് തന്നെ പോലീസിന് ഇവിടെ അവരെ ഇറക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ബൈക്കിലുണ്ടായിരുന്ന 3 പേരെ, ബൈക്കിലെത്തിയ 3 പേരെയാണ്, 3 യുവാക്കളെയാണ് ഇപ്പോൾ ഈ പ്രതികളായിട്ടുള്ള ഷെഫിൻ, ഫഹദ്, അതോടൊപ്പം തന്നെ വിപീഷ്, ബെന്നി തുടങ്ങിയവർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. അതിക്രൂര മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രണവ് എന്ന് പറയുന്ന ആൾക്ക് വലിയ തോതിലുള്ള പരിക്ക് ഏൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 3 പേർക്കും പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റത് പ്രണവിനായിരുന്നു. തുടർന്ന് പോലീസ് ഈ പ്രതികളെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആ വാഹനത്തിന്റെ നമ്പർ കിട്ടിയിരുന്നു. ആ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ പോലീസ് നടത്തി. അങ്ങനെ തെരച്ചിൽ നടത്തിയപ്പോൾ ഈ പ്രതികൾ ഒളിവിലാണെന്ന് മനസ്സിലായി. ഇതിൽ 2 പേർ, അതായത് ഷെഫിനും ഫഹദും ആലുവ പൂക്കാട്ടുപടി സ്വദേശികളാണ്. ഇതോടൊപ്പം തന്നെ ഈ പറയുന്ന വിപീഷ് ബെന്നി കോഴിക്കോട് സ്വദേശിയുമാണ്. അങ്ങനെയാണ് കോഴിക്കോട് നിന്ന് ഈ 3 പ്രതികളെയും പിടികൂടുന്നത്. ഈ 3 പ്രതികൾക്കും ഗുണ്ടാബന്ധമുണ്ട് എന്നടക്കമുള്ള ചില വിവരങ്ങളാണ് പോലീസിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ബൈക്കിൽ പോകുന്ന ഘട്ടത്തിൽ അവർ സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞുള്ള തർക്കം, അത് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഈ കാറുകാർ ചോദ്യം ചെയ്തു. തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കമായി. ആ തർക്കത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഈ 3 യുവാക്കൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെയുള്ള സംഭവത്തിലാണ് പ്രതികൾക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടായത്. ഇനി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവരെ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കണം. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി തന്നെ ചോദ്യം ചെയ്യും എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.